ഷാഫി, മറക്കാൻ പറ്റാത്ത ഒരു പെരുന്നാൾ ഓർമ്മ എന്താണ് മനസ്സിലുള്ളത്? പെരുന്നാൾ ബാപ്പ ഉണ്ടായിരുന്ന സമയം, പിന്നെ ഒരു 3 വർഷം മുമ്പ് എൻ്റെ ജ്യേഷ്ഠൻ ഒരു ആക്സിഡൻറ്റിൽ മരിച്ചുപോയി. അപ്പോൾ അവരെല്ലാവരും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരുണ്ടായിരുന്നു. അത് ചെറുപ്പകാലത്തിലെ പെരുന്നാൾ തന്നെയാണ് ഏറ്റവും ഹൃദ്യമായിട്ട് നമ്മുടെ ഓർമ്മ. ആ സമയത്തുള്ള ഒരു മറക്കാൻ പറ്റാത്ത ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം എന്താ? സന്തോഷകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മൾ പിന്നെ പെരുന്നാളിനോട് അടുത്ത് വരുന്ന ദിവസം തന്നെ തുണിക്കടകളിലേക്ക് ബാപ്പാൻ്റെ കൂടെ പോവുക. എന്നിട്ട് നമുക്കിഷ്ടം, ഒരുപക്ഷെ ബാപ്പക്ക് ഇഷ്ടമുള്ളതൊക്കെ നമുക്ക് ഏറ്റവും മാച്ച് ആവുന്നതായിരിക്കും കാണിച്ചു തരാം. പക്ഷെ നമുക്ക് ആ ട്രെൻഡിലിറങ്ങിയ അതെന്താണോ അതിന് ചിലപ്പോൾ ബാപ്പ വാങ്ങിത്തരുന്നത് വില കൂടിയതായിരിക്കാം. സാധാരണ കൂലിപ്പണിക്കാരനായിരുന്നു, എന്നാലും നമുക്ക് പെരുന്നാളിനാണ് ആകെപ്പാടെ 2 പെരുന്നാളുകൾക്കാണ് ഡ്രസ്സ് കിട്ടുന്നത്. ഏറ്റവും നല്ല വാങ്ങിത്തരാൻ പുള്ളി പോകുമ്പോൾ ഞാൻ വാശി പിടിച്ച് കരഞ്ഞ് ഇപ്പുറത്ത് ലോക്കൽ സാധനത്തിന് വേണ്ടി കരഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഓർക്കുമ്പം അന്നത്തെ പെരുന്നാളിൻ്റെ ഒരു സന്തോഷം വളരെ വലുതാണ്. അപ്പോൾ മാത്രമല്ല, നമുക്ക് ഈ ഞങ്ങളുടെ നാട്ടിൽ മലബാറിൽ ചടക്ക പൈസ എന്നൊക്കെ പറയുന്നൊരു സംഭവമാണ്. ഞാൻ പൊതുവേ പെരുന്നാൾ വരുമ്പോൾ ഓർക്കുന്നൊരു സാധനമാണ്. രാവിലെ നമുക്ക് വിഷുക്കഴിഞ്ഞിട്ടൊക്കെ പോലെ രാവിലെ നമുക്ക് കാരണന്മാരൊക്കെ വന്നു കഴിഞ്ഞാൽ, നമ്മളെ കുടുംബക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ ഓരോരുത്തർ പൈസ തന്നിട്ട് പോകും. അപ്പോൾ രാവിലെ ഉപ്പ തരുന്ന പൈസ ആദ്യം തന്നെ ഒരു 2 രൂപയ്ക്കാണ് അന്ന് വലിയ പൈസ. അപ്പോൾ അതിങ്ങനെ പോക്കറ്റിൽ നിറഞ്ഞ് കാണത്തക്ക രീതിയിൽ വെക്കും. അപ്പോഴാണ് അതിനോട് തുല്യമായ പൈസകളൊക്കെ ആൾക്കാർ തരും, അല്ലെങ്കിൽ ചില്ലറകളൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ ഒരു വളരെ നല്ല ഓർമ്മകളാണ്. അപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഒന്ന് തന്നെയാണല്ലേ? പിന്നെ വിഷു ഇതിനും സെയിം ആണ്, ഈ പൈസ കിട്ടുന്നു, പെരുന്നാളിനും പൈസ കിട്ടുന്നു. ഇപ്പൊ ആ ചടങ്ങുണ്ടോ പെരുന്നാളിന്? അങ്ങനെ പെരുന്നാളിന് ഇപ്പോഴും ഞാനൊക്കെ എൻ്റെ വീട്ടിൽ മരുമക്കളൊക്കെ വരുമ്പോൾ, പെങ്ങന്മാരെ കുട്ടികളെ മരുമക്കളെന്ന് പറയും, അവർക്കൊക്കെ വരുമ്പോൾ നമ്മൾ ഇതേപോലെ കൊടുക്കും. അന്ന് ഷാഫി വാങ്ങിച്ചു, ഇപ്പൊ നമ്മൾ കൊടുക്കും. അത്രേ ഉള്ളൂ വ്യത്യാസം. ഓക്കെ, അപ്പൊ തുടങ്ങിയാലോ? എനിക്കിപ്പോഴും എൻ്റെ ഓർമ്മ, നിങ്ങൾ 3 പേര് വീട്ടിൽ വരുന്നു ജഗതിയിൽ, കാലത്താണെന്ന് തോന്നുന്നു. കാലത്ത് വന്നിട്ട് നിങ്ങൾ ഇങ്ങനെ മാപ്പിളപ്പാട്ട് പാടണം എന്ന് പറഞ്ഞിട്ട് ആർക്ക് വേണ്ടിയിട്ടായിരുന്നത്? സജിക്ക് അല്ലേ? സജിക്ക് വേണ്ടിയിട്ട് എത്ര 10 പാട്ടോ? 10 പാട്ടായിരുന്നു. അങ്ങനെ 10 പാട്ട് കൊണ്ട് തന്ന് എനിക്ക് പാടി കേൾപ്പിച്ചു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അത് ഞാൻ പാടി. ഏതായിരുന്നു ആൽബം? മുത്ത് ഹബീബി മഞ്ചത്തി. മുത്ത് ഹബീബി മഞ്ചത്തി. അത് വളരെയധികം ജനകീയമാകുകയും അതുപോലെ അതിന് ഒരു ഗൾഫ് മലയാളം മ്യൂസിക്കൽ ജിമ്മ അവാർഡ് ആദ്യമായിട്ട് സിനിമ അല്ലാത്ത ഒരു മേഖലയ്ക്ക് കൊടുക്കുന്ന ആദ്യത്തെ വർഷം 2009 ഞാനും സാറും കൂടെ ഒരുമിച്ച് വാങ്ങിച്ചിട്ടുണ്ട്. ഒരേ വേദിയിൽ നിന്ന് നമ്മളത് വാങ്ങിച്ചു. SPV സാറൊക്കെ ഉണ്ടായിരുന്ന ഒരു വേദി. അതിനകത്തെ ഒരു പാട്ട് വളരെ ഹിറ്റാണ്, പൂവിതളല്ലേ ഫാസില. അങ്ങനെ പേര് വെച്ചിട്ടായിരുന്നു അന്നത്തെ ഒരു ട്രെൻഡ്. അപ്പൊ എന്തായാലും ഷാഫി, ഒരു പാട്ട്, ഷാഫിയുടെ ഇഷ്ടമുള്ള ഒരു പാട്ട് ഇന്നത്തെ ഈ പുണ്യദിനത്തിൽ. ഇതിനകത്ത് തന്നെ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു പാട്ട്, സാറിനെ കൊണ്ട് പാടിക്കാൻ സാധിച്ചതിൽ ഒരുപാട് അഭിമാനം ഉണ്ടായൊരു പാട്ട്. ഒരു നാളും പറയാതെ അകതാരിൽ കുറിച്ചുള്ള അനുരാഗ കഥ ഇന്ന് കണ്ണീരായി, കേൾക്കാനായി കാതോർത്ത് പലവട്ടമണഞ്ഞിട്ടും പറയാതൻ പ്രണയം വെണ്ണീരായി. നീ നിറക്കണ്ണാലെന്നെ പിരിഞ്ഞു പോയി, ആവേദനയിൽ കൽബ് പൊട്ടി കരഞ്ഞു പോയി. ഒരു നാളും പറയാതെ അകതാരിൽ കുറിച്ചുള്ള അനുരാഗ കഥ ഇന്ന് കണ്ണീരായി. എനിക്ക് സത്യം പറഞ്ഞാൽ കുറെ വർഷത്തിന് ശേഷം ഞാൻ കേൾക്കുകയാണ്. അതിൽ ഓരോ പാട്ടും സാറ് കയ്യൊപ്പ് ചാർത്തി പാടി വെച്ചിട്ടുണ്ട്. അത്ര മനോഹരമായിട്ടുള്ള സംഗീതം നൽകിയോണ്ടല്ലേ? കാരണം ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമുണ്ട്, നമുക്കൊരു ഒരു ബിംബം ഉണ്ടെങ്കിലേ അതിനെ അലങ്കരിക്കാൻ പറ്റൂ. അപ്പൊ ആ ബിംബമാണ് ഷാഫി. എന്നാലും ഞാനൊരു അലങ്കാര വസ്തു മാത്രമാണ്. നമ്മള് ചെറുപ്പം മുതലേ കേട്ട് ആസ്വദിച്ച് ദൂരെ നിന്നെങ്കിലും ഒന്ന് കണ്ടെങ്കിൽ ആഗ്രഹിച്ച ആളിനെ നമ്മളുടെ പാട്ട് പാടിക്കാൻ കിട്ടുന്ന ഭാഗ്യം. അല്ല, എനിക്കത് ഭാഗ്യമായിട്ട് മാറി. അത് നല്ല പാട്ടുകളാണ് അതിനകത്ത്. ഇപ്പോഴും എവിടെ ചെന്നാലും ആൾക്കാർ ചോദിക്കുന്ന പാട്ടുകളാണ്.
എല്ലാ ഗാനമേളയ്ക്ക് പോലും, അതാണ് ആലോചിക്കേണ്ട കാര്യം അല്ലേ?